നിങ്ങൾ കുറെ നാളുകളെ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അണ്ടർ കറൻസ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഈ പാലക്കാട് കഴിയുമ്പോഴും വയനാട് ജയിക്കുമ്പോഴും അല്ലെങ്കിൽ ചേലക്കര തോൽക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന ആൾക്കൂട്ടങ്ങളുടെ ഒരു വലിയ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ ഉള്ളത് ഏതെങ്കിലും അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു ശക്തമായ പ്രവർത്തനം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ഇതല്ല സിറ്റുവേഷൻ വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് എന്താ, ചെന്നിത്തല കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും സർക്കാർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേണ്ടെന്ന് വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്തു. കറക്റ്റ്. അതായിരുന്നു ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ചെന്നിത്തലയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തനുസരിച്ച് എനിക്ക് തോന്നുന്നു റിസൾട്ട് എണ്ണി തുടങ്ങുന്ന നിമിഷം വരെ ചെന്നിത്തല ഉറപ്പായിട്ടും കേരളത്തിന് മുഖ്യമന്ത്രിയോ അതെന്തോ ആയിക്കോട്ടെ ജയം ഉറപ്പിച്ചു നടന്ന ആളാണ്.